സങ്കീർത്തനം 92 ഇതിൻ്റെ തലക്കെട്ടിൽ തന്നെയുണ്ടല്ലോ, ശബത്തിനുള്ള ഒരു ഗീതം. ഇസ്രായേൽ ജനത്തിൻ്റെ അവരുടെ കാലം നോക്കിയാൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ അവരുടെ ജീവിതം നോക്കിയാൽ, ദൈവം അവർക്ക് 7-ാം ദിവസം ശബത്ത്, അല്ലെങ്കിൽ നാം വായിക്കുന്നത് പോലെ വിശ്രമത്തിനുള്ളൊരു ദിവസം, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ ദിവസമായി കണ്ട ശബത്തിലേക്കുള്ളൊരു ഗീതം എന്നാണ് ഈ സങ്കീർത്തനത്തെ പറ്റി പറയുന്നത്. നമ്മൾ ഉൽപ്പത്തി വായിക്കുമ്പോൾ, ആദ്യത്തെ അധ്യായങ്ങളിൽ തന്നെ വായിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് 6 ദിവസങ്ങൾ സൃഷ്ടിച്ചു, ഓരോ കാര്യങ്ങൾ ഓരോ ദിവസങ്ങളായി സൃഷ്ടിച്ചു. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. ആ സമയത്ത് ദൈവം മനുഷ്യനോടുകൂടി ഒരു ഫെലോഷിപ്പ്, അല്ലെങ്കിൽ മനുഷ്യനോടുകൂടി വിശ്രമിക്കുന്ന ഒരു ദിവസം നമ്മൾ കാണുന്നു. അതിനെ പ്രകീർത്തിക്കുന്ന ശബത്ത് ദിവസം. അതിനുവേണ്ടി എഴുതിയൊരു സങ്കീർത്തനം, അല്ലെങ്കിൽ അതിനുവേണ്ടി എഴുതിയൊരു ഗീതമാണ് നാം ഇവിടെ കാണുന്നത്. ദൈവത്തിന് തങ്ങളുടെ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർക്കുവാനും അവൻ്റെ നീതിയെ മനസ്സിലാക്കുവാനും അവൻ്റെ വാഗ്ദത്തത്തിൽ പ്രത്യാശ വെക്കുവാനുമായി പാടിയ ഒരു ഗീതമാണിത്. ഞാനതിനെ 3 ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണ്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യം ചിന്തിക്കാം. അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കാം. പ്രൈസ് ഗാനം. രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. ഇവിടെ സങ്കീർത്തനൻ എഴുതിയത് ചെയ്യേണ്ട കാര്യം റൈറ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് റൈറ്റ് ടു പ്രൈസ് ഗോഡ് എന്നല്ല, ഇറ്റ് ഈസ് ഗുഡ് ടു പ്രൈസ് ഗോഡ്. നമ്മളെല്ലാവരും, അല്ലെങ്കിൽ അല്ലെങ്കിൽ പെന്തക്കോസ്ത് കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ദൈവസഭയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മീറ്റിങ്ങുകൾക്ക് പോകുന്നതൊക്കെ നിർബന്ധത്താൽ, അല്ലെങ്കിൽ പേരൻസ് നമ്മളെ നിർബന്ധിക്കുന്നതുകൊണ്ടോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ വേദപുസ്തകം വായിക്കുന്നത്, അല്ലെങ്കിൽ ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥനാ യോഗങ്ങൾക്ക് പോകുന്നതൊക്കെ പല സമയത്തും ഇറ്റ് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് എന്നാണ്. അതാണ് ശരിയായ കാര്യം, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നതാണ് ശരിയായ കാര്യം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ സങ്കീർത്തനൻ പറയുന്നത് അത് വെറും ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് റൈറ്റ് ടു ബി ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് റൈറ്റ് ടു പ്രൈസ് ഗോഡ്, ബട്ട് ഇറ്റ് ഈസ് ദ ഗുഡ് തിങ് ടു ഡു. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ താൻ പറയുകയാണ് അത് എന്തുകൊണ്ടാണ്. ആദ്യത്തെ 3 വാക്യങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. ഇവിടെ കാണുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്ന അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദ്യം കൊണ്ട്, വീണ കൊണ്ടും, ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും, രാവിലെ നിന്റെ ദയയെയും രാത്രി നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് നല്ലത്. പല സംഗീത ഉപകരണങ്ങളെക്കുറിച്ച് ഇവിടെ കാണുന്നു. സംഗീത ഉപകരണങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നല്ലതാണെന്ന് കാണുന്നു. എന്നാൽ അതിൻ്റെ 3-ാം വാക്യം എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്. ദൈവം നല്ലവനാണ്. 3-ാം വാക്യത്തിൽ മലയാള പരിഭാഷയിൽ രാവിലെ തോറും നിന്റെ ദയയെ എന്ന പദത്തിന് ഇംഗ്ലീഷ് പരിഭാഷ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റെഡ്ഫാസ്റ്റ് ലവ് എന്നാണ്. അതിൻ്റെ മൂലഭാഷയിൽ, എബ്രായ ഭാഷയിൽ ഹെസദ് എന്നാണ് പറയുന്നത്. ഹെസദിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, സ്നേഹം. അതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയാണ് വീറ്റൺ കോളേജ് സെമിനാരിയാണ്. അവിടുത്തെ പ്രൊഫസറായിരിക്കുന്ന ഡോക്ടർ ഡെയിൻ ഓട്ട്ലൻഡ് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറയുന്നത്. ഹെസദ് ഇസ് ഗാഡ്സ് stubborn determination to be true to his covenant and to be kind to your soul, no matter how long it takes him, no matter how much it costs him, and no matter what you deserve. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. Hesed is God's stubborn determination to be true to his covenant and to be kind to your soul, no matter how long it takes him, no matter how much it costs him, and no matter what you deserve. അതിൻ്റെ മലയാളം ഹെസദ് എന്നത് തൻ്റെ ഉടമ്പടിയോട് സത്യസന്ധനായിരിക്കാനും നമ്മുടെ ആത്മാവിനോട് ദയ കാണിക്കാനും ദൈവത്തിനുള്ള ഉറച്ച തീരുമാനമാണ്. അതിനെത്ര സമയമെടുത്താലും അവന് എത്ര വലിയ വില കൊടുക്കേണ്ടി വന്നാലും, നാം എന്തറിയിക്കുന്നവരായാലും അറിയിക്കാത്തവരായാലും ദൈവം തൻ്റെ സ്നേഹത്തിൽ വിശ്വസ്തനായി നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ദയ എന്നുള്ളത് നാം എന്തെങ്കിലും ദൈവത്തിന് ചെയ്യുന്നത് കൊണ്ടല്ല. ദൈവത്തിൻ്റെ ഉടമ്പടി ദൈവത്തിന് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉടമ്പടി ദൈവത്തിന് പാലിക്കണം എന്നുള്ള ചിന്ത ദൈവത്തിലുള്ളത് കൊണ്ട് മാത്രം. അത് നമ്മുടെ അർഹത കൊണ്ടോ നമ്മുടെ എബിലിറ്റി കൊണ്ടോ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന യാഗങ്ങൾ കൊണ്ടോ സ്തുതി കൊണ്ടോ സ്തോത്രം കൊണ്ടോ ഒന്നുമല്ല ദൈവം അത് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഉടമ്പടിയാണ്, മനുഷ്യനുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയാണ്. പാപത്താൽ
നശിക്കപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവമുണ്ടാക്കിയ പദ്ധതിയിൽ നിന്ന് ദൈവമുണ്ടാക്കിയ ഉടമ്പടിയാണ്, ഞാൻ നിന്നെ വീണ്ടെടുക്കും. അതിനുവേണ്ടി ഏത് വില കൊടുക്കേണ്ടി വന്നാലും. നമുക്കറിയാം കാൽവറി ക്രൂശിലെ സ്നേഹം ദൈവത്തിൻ്റെ. സ്വന്തം പുത്രനെ ആദരിക്കാതെ സ്വന്തം പുത്രനെ ദൈവം കാൽവറി ക്രൂശിൽ താൻ യാഗമാക്കിയപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, ദൈവം തൻ്റെ മുഖം അതിൽ നിന്ന് മറച്ച്, കാൽവറിയിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് മറച്ചു വെച്ചിരുന്നു. പക്ഷെ ദൈവത്തിന് നമ്മളുള്ള ഉടമ്പടിയിൽ നിന്ന് ദൈവം ഒരിക്കലും മോഹം മറച്ചില്ല. നാം പ്രഭാതത്തിൽ കണ്ണു തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെ പറ്റി ഓർക്കുന്നുണ്ടോ? നാം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ഈ ദയയെപ്പറ്റി, ഈ വിശ്വസ്തയെപ്പറ്റി ഓർക്കുന്നുണ്ടോ? സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ്റെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു. ഈ ലോകത്തിലെല്ലാം സൃഷ്ടിച്ച് ഞങ്ങൾ നല്ലൊരു ഹൈക്കിന് പോയപ്പോൾ മനോഹരമായ ചില കാഴ്ചകൾ, പ്രകൃതിയുടെ ചില കാഴ്ചകൾ കാണുവാനിടയിൽ, അതെല്ലാം കാണുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പ്രസിദ്ധമാക്കുന്നത്. How beautifully and wonderfully he made every single one of these things. അത് കാണുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ആ സൃഷ്ടി നശിക്കപ്പെടും എന്ന് കണ്ടപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറി ക്രൂശിൽ തകർത്ത യഹോവയുടെ വെറും സൃഷ്ടിക്കുന്ന സ്നേഹം മാത്രമല്ല, രക്ഷിക്കുന്ന സ്നേഹവും നമ്മൾ കണ്ടു. അതുകൊണ്ട് സങ്കീർത്തനൻ പറയാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതം സ്തുതിയുടെ ജീവിതമായിരിക്കണം. അതിൻ്റെ രണ്ടാം ഭാഗം വാക്യങ്ങൾ 5 മുതൽ 11 അധ്യായം വരെ, അതിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് പ്രൈസ് ഒന്ന് വായിച്ച് സഹായിക്കും. അഞ്ച് മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് വേറൊരു ഒരു തീമാണ്. അതായത് ദുഷ്ടന്മാർ വളരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഏത് സങ്കീർത്തനം എടുത്തു നോക്കിയാലും പല പല പാർട്ടുകളായി തിരിച്ചാൽ അതിലൊരു ഫേസാണ് ദുഷ്ടന്മാർ, അല്ലെങ്കിൽ ദുഷ്ടത വളരുന്നു എന്ന് സങ്കീർത്തനം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ദുഷ്ടത നോക്കുമ്പോൾ ലോകത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചിന്താമണ്ഡലത്തിൽ നോക്കുമ്പോൾ ദുഷ്ടതയിൽ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ദുഷ്ടന്മാരായി ജീവിക്കുന്നവർ, അല്ലെങ്കിൽ എനിക്ക് ദുഷ്ടന്മാരായി ജീവിക്കുന്നവരെന്ന് പറയുന്ന ആ വാക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ദുഷ്ടത കാണുമ്പോൾ ദേ ആർ പ്രോസ്പറിങ്. നമ്മുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ദുഷ്ടത നമ്മളെക്കാൾ ഉയർന്ന രീതിയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും പാപം ഉണ്ടായിട്ടും അല്ലെങ്കിൽ പാപം ചെയ്തിട്ടും നമ്മളെക്കാൾ മേത്തരമായ ഒരു രീതിയിൽ ജീവിക്കുന്നുവെന്ന് സങ്കീർത്തനം ചൂണ്ടിക്കാണിച്ചിട്ട് ആ ചോദ്യത്തിന് തന്നെ താൻ തന്നെ ഉത്തരം പറയുന്നതാണ്. ദുഷ്ടന്മാർ വളരുന്നു, അനീതിക്കാർ വിജയിക്കുന്നു. നമ്മൾ ഇന്നും നമ്മുടെ ലോകത്തിൽ നോക്കുമ്പോഴും പലപ്പോഴും ദുഷ്ടത ആത്മീയനായി ജീവിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ നീതിമാനായി ജീവിക്കുന്നതിനേക്കാൾ ഒരുപടി മുന്നിലാണ് ലോകത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാണുമ്പോഴും. താൻ തന്നെ പറയുകയാണ്, അവരുടെ വളർച്ച പുല്ല് പോലെയാണ്. നമുക്കറിയാം, ഈ പുല്ല് കുറച്ചങ്ങോട്ട് വളർന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് വെട്ടിക്കളയും. അല്ലെങ്കിൽ പുല്ല് കുറച്ചങ്ങോട്ട് വളർന്നു കഴിയുമ്പോൾ നല്ല ചൂട് വന്നു കഴിഞ്ഞാൽ ഈ പുല്ലങ്ങ് വാടിപ്പോകും. അതിനെയാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ വീണ്ടും എടുത്ത് പറയുന്നത്. അത് വളരും, കുറച്ച് നാളത്തേക്ക് വളരും, കുറച്ച് നാളത്തേക്ക് കുറച്ച് പച്ചപ്പൊക്കെ കാണിക്കുമെങ്കിലും അത് വേഗം വാടും. അവരുടെ വിജയം താൽക്കാലികമാണ്, അല്ലെങ്കിൽ ദുഷ്ടതയുടെ വിജയം താൽക്കാലികമാണ്. കാരണം ദൈവം നീതിമാനായ ദൈവമാണ്, ദൈവത്തിൻ്റെ നീതി നിത്യമാണ്. നാം ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ദുഷ്ടതയ്ക്ക് ഇവിടെ ഒരു സമയം ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഒരു സമയം കൊടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ വരവെങ്കിൽ, അല്ലെങ്കിൽ കർത്താവ് സാത്താനെയും തൻ്റെ സൈന്യത്തെയും എന്നേക്കുമായി അഗ്നികുണ്ഡത്തിലേക്ക് തള്ളിയിടുമ്പോൾ ആ സമയം കൊണ്ട് ദുഷ്ടതയ്ക്കൊരു വിരാമം ഇടുകയാണ്. എന്നാൽ പിന്നീട് 10-ാം വാക്യത്തിൽ അത് ആ ഭാഗം അവസാനിക്കുന്ന ഇങ്ങനെയാണ്, എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണനെ തേപ്പിക്കുന്നു. ദുഷ്ടത വളരുന്നുവെങ്കിലും, അല്ലെങ്കിൽ ദുഷ്ടത വാടിപ്പോവെങ്കിലും എൻ്റെ കൊമ്പിനെ ദൈവമേ നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും എന്ന് പറഞ്ഞാൽ എൻ്റെ ഓണർ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം, ദൈവം എൻ്റെ ആത്മീയ ജീവിതത്തെ നീ ഉയർത്തുന്നു. അതുപോലെ തന്നെ എന്നെ പുതിയൊരു ഇവിടെ അഭിഷേകത്തെ കാണിക്കുന്നു. പുതിയൊരു എണ്ണ കൊണ്ട് ദൈവമേ നീ എന്നെ തേപ്പിക്കുന്നു, എന്നെ അഭിഷേകം ചെയ്യുന്നു. അടുത്ത വാക്യങ്ങൾ, അല്ലെങ്കിൽ 3-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ നാം ഈ ദുഷ്ടതയെക്കുറിച്ച് 2-ാമത്തെ ഭാഗത്തിൽ കാണുന്നു. അവർക്ക് എന്താണ് സംഭവിക്കുന്നത്, അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, അത് കഴിഞ്ഞ് 3-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ നാം കണ്ടുവരുന്നത് എന്താണ് ഒരു നീതിമാൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ യഥാർത്ഥ ഒരു നീതിമാൻ എന്താണ്. പ്രൈസ്, can you read 12-15?
പ്രൈസ് ലോർഡ്. നീതിമാൻ പന പോലെ തഴയ്ക്കും. ഇവിടെ പന പോലെ എന്ന് ഉദ്ദേശിക്കുന്നത് ഈന്തപ്പഴത്തിൻ്റെ അല്ലെങ്കിൽ ഈന്തപ്പനം അല്ലെങ്കിൽ ഡേറ്റ് പാമിനെയാണ് കാണിക്കുന്നത്. അതിനാണ് പറയുന്നത് നീതിമാൻ പന പോലെ തഴയ്ക്കും. നമുക്ക് ഡേറ്റ്സ് അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള പലരുണ്ട്, അവർക്കറിയാം ഈന്തപ്പന എങ്ങനെയായിരിക്കുന്നത്. ഈന്തപ്പന വന്നു കഴിഞ്ഞ് ആ പഴം വരുമ്പോൾ അതങ്ങ് ഫ്ലറിഷ് ചെയ്യുക. ലൈക്ക് അതിനെയാണ് നീതിമാൻ്റെ ജീവിതത്തെ കാണിക്കുന്നത്. നീതിമാൻ പന പോലെ തഴയ്ക്കും അല്ലെങ്കിൽ ഈന്തപ്പഴം എന്താ പറയുക തഴയ്ക്കുന്നത് പോലെ തഴയ്ക്കും. ലെബാനോനിനെ ദേവദാരു പോലെ വളരും. തൻ്റെ ജീവിതം ഫ്രൂട്ട്സിനാൽ നിറയ്ക്കും. അല്ലെങ്കിൽ ഈ ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ ഒരു വളരെ ആർക്കും നോ എന്ന് പറയാൻ കഴിയാത്തൊരു ഫ്രൂട്ടാണ്. തൻ്റെ ജീവിതം വളരെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. അതൊരു ആത്മീയ രീതിയിലാണ് പറയുന്നത്. വളരെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. വെറും ഭൗതികമായ മാത്രമല്ല, ആത്മീകമായ നമ്മുടെ ജീവിതം, ഒരു നീതിമാൻ്റെ ജീവിതം വളരെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. അതുമാത്രമല്ല, അവൻ ലെബാനോനിലെ ദേവദാരു പോലെ ഉയരും. നമുക്കറിയാം ലെബാനോൻ്റെ ദേവദാരു എന്ന് പറഞ്ഞാൽ ശലോമോൻ്റെ ദേവാലയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മരമാണ് ലെബാനോനിലെ ദേവദാരു. അതിൻ്റെ പ്രത്യേകത, നമ്മൾ ലെബാനോൻ്റെ ദേവദാരു എന്ന് അല്ലെങ്കിൽ സീഡർ ഓഫ് ലെബനൻ, സീഡർ ഫ്രം ലെബനൻ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം. വളരെ ഉയർന്നു നിൽക്കുന്ന, വളരെ ശിഖരങ്ങൾ പടർന്നു നിൽക്കുന്ന ഒരു വൃക്ഷമാണ്. അതിനെയാണ് പിന്നീട് ശലോമോൻ്റെ ദേവാലയ പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നാം ഇവിടെ കാണുന്നൊരു കാര്യമുണ്ട്. righteous will be fruitful and he will go high, or like they will go so tall like the cedar of Lebanon എന്ന് പറഞ്ഞാൽ നീതിമാൻ ദൈവസന്നിധിയിൽ തഴച്ചു വളരും. തൻ്റെ അല്ലെങ്കിൽ ദേവാലയത്തെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സന്നിധിയായിട്ടാണ്. പഴയ നിയമത്തിൽ ദേവാലയം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, ഷെക്കേന വസിക്കുന്ന സ്ഥലമാണ് ദേവാലയം. പുതിയ നിയമത്തിൽ നമുക്കറിയാം, നാം ഇരിക്കുന്ന ഏതവസ്ഥയിലും ദൈവത്തോട് നമ്മൾ കരയുമ്പോൾ, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സാന്നിധ്യമായി മാറും. നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയമാണ് ദൈവത്തിൻ്റെ ആലയം. അപ്പോൾ പുതിയ നിയമത്തിൽ നീതിമാൻ എന്ന് പറഞ്ഞാൽ നീതിമാൻ ഫ്രൂട്ട്ഫുൾ ആകും. അവൻ സ്പിരിച്വലി ഫ്രൂട്ട്ഫുൾ ആകും. അവൻ മറ്റുള്ളവർക്ക് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. അതോടുകൂടി തന്നെ താൻ ദൈവസന്നിധിയിൽ വളരുന്ന മരമാണ്. ഇനി ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഞാൻ ആദ്യം നമ്മൾ വായിച്ച ദുഷ്ടതയെപ്പറ്റി പറയും. ദുഷ്ടതയെപ്പറ്റി പറയുമ്പോൾ പുല്ലിനെ കാണിക്കുന്നു. നാം പറഞ്ഞു പുല്ല് ചൂടത്ത് വാടിപ്പോകും. കാരണം അതിന് റൂട്ട്സ് ഇല്ല, അതിന് വേരില്ല, വേരധികം താഴോട്ട് ഇറങ്ങിപ്പോകത്തില്ല. എന്നാൽ ദേവദാരുവിൻ്റെ പ്രത്യേകത, ഇറ്റ് വിൽ ഗോ സോ ഡീപ്പ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വസിക്കുന്ന നീതിമാൻ്റെ വേര് ക്രിസ്തു എന്ന പാറയോളം താണിരിക്കുക. അതുകൊണ്ടാണ് ദുഷ്ടത നാളെ നിന്നു പോവെങ്കിലും നീതിമാനെക്കുറിച്ച് പിന്നീട് വായിക്കുന്ന വാക്യങ്ങൾ, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ച് പച്ച പിടിച്ചിരിക്കും. ഒരു നീതിമാൻ വാർദ്ധക്യത്തിലായാലും അവൻ വീണ്ടും ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. പിന്നെ അവൻ ഉയർന്നുകൊണ്ടിരിക്കും. കാരണം അവൻ്റെ വേരിറങ്ങിയിരിക്കുന്നത് ക്രിസ്തു എന്ന പാറയിലേക്കാണ്. അതുമാത്രമല്ല, യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവൻ നീതികേടില്ല എന്ന് കാണിക്കേണ്ടത് തന്നെ. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രത്യാശ എന്താണ്. ഈ മൂന്നാം ഭാഗം പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രത്യാശ എന്താണ്. ഒരു ദിവസം നമുക്കറിയാം, ഒരു ദിവസം നമ്മുടെ കർത്താവ് തിരിച്ചു വരും. ദൈവം നമ്മോട് വാഗ്ദത്തം, ദൈവം നമ്മോട് പറഞ്ഞ ഉടമ്പടിയിൽ ഒരു ഉടമ്പടിയാണ്, ഞാൻ തിരിച്ചു വരും. ഐ വിൽ കം ബാക്ക് ആൻഡ് ഐ വിൽ ഗെറ്റ് യു ടു ബി മൈ ഓൺ. ആ സമയം കൊണ്ട് പാപം അവസാനിക്കും, ദുഷ്ടത ആ സമയം അവസാനിക്കും, മരണം ആ സമയം അവസാനിക്കും, കണ്ണുനീർ ആ ദിവസം അവസാനിക്കും. നാം എന്നേക്കും കർത്താവിനോട് കൂടെ ആയിരിക്കും. എന്നിട്ടും നമ്മൾ കർത്താവിനോട് കൂടെ പുഷ്ടി വെച്ച് അല്ലെങ്കിൽ കർത്താവിനോട് കൂടി ദേവദാരു പോലെ വളർന്നു. ഈ സങ്കീർത്തനം ഈ മൂന്ന് കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ആ സ്നേഹം, ദൈവത്തിൻ്റെ ആ ദയ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലത്. ഇറ്റ് ഈസ് ഗുഡ് ടു പ്രൈസ് ഗാഡ് തിങ്കിങ് അബൌട്ട് ഹിസ് സ്റ്റെഡ്ഫാസ്റ്റ് ലവ്. ദുഷ്ടതയുടെ താൽക്കാലിക വിജയം കാണുമ്പോൾ അല്ലെങ്കിൽ ദുഷ്ടത പെരുകുന്നത് കാണുമ്പോൾ ഒരിക്കലും നമ്മൾ നിരാശപ്പെടരുത്, വറി ചെയ്യരുത്. ബിക്കോസ് അത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ഇറ്റ് വിൽ ഗോ അവേ. ദൈവത്തിൻ്റെ വരവോടുകൂടി, കർത്താവിൻ്റെ രണ്ടാം വരവോടുകൂടി അത് തീരുക. ദൈവസന്നിധിയിൽ അത് കഴിഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വേരൂന്നി വളരുന്ന നാം ദൈവത്തോടുകൂടി, കർത്താവിനോടുകൂടി യുഗായുഗങ്ങൾ നിത്യതയിൽ, അന്ധതയാകുന്ന, പാട്ടുകാരൻ പാടുന്ന പോലെ അന്ധതയാകുന്ന അനന്ത നിത്യതയിൽ നമ്മൾ കർത്താവിനോടുകൂടി ജീവിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നീതിമാന ദൈവം വെച്ചിരിക്കുന്ന റിവാർഡ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം സ്തുതിക്കുന്ന ജീവിതമാകട്ടെ. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ സൈറ്റ്, നമ്മുടെ കാഴ്ച, നമ്മുടെ ദർശനം, നമ്മുടെ വിഷൻ എപ്പോഴും നിത്യതയെക്കുറിച്ചുള്ളതായിരിക്കട്ടെ. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം, കർത്താവിലുള്ള നമ്മുടെ വേരൂന്നിയുള്ള വിശ്വാസം നാൾക്ക് നാൾ വളർന്നു വരും. നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം ഈന്തപ്പഴം പോലെ അല്ലെങ്കിൽ പന പോലെ ഫലം കായ്ക്കുന്നതായിത്തീരും. അതുപോലെ ദേവദാരു പോലെ നമ്മൾ നിലനിൽക്കുന്നതായിത്തീരും.
കർത്താവ് നമ്മെ ഇതിനുവേണ്ടി സഹായിക്കട്ടെ. ഈ വാക്കുകൾ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.